ഒരാളുടെ കണ്ണി നോക്കി നമുക്ക് എന്തൊക്കെ ഒബ്സർവ് ചെയ്യാം? ബ്ലിങ്ക് റേറ്റ്. ഒരാൾ സ്ട്രെസ്ഡ് ആണോ, റിലാക്സ്ഡ് ആണോ, ഫോക്കസ്ഡ് ആണോ എന്നൊക്കെ അറിയാൻ അവരുടെ ബ്ലിങ്ക് റേറ്റ് നോക്കിയാൽ മതി. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂവിയോ ഒരു ഷോയോ കാണുമ്പോൾ നിങ്ങളുടെ ബ്ലിങ്ക് റേറ്റ് ഭയങ്കര ലോ ആയിരിക്കും. നമ്മൾ നല്ല റിലാക്സ്ഡും ഫോക്കസ്ഡും ആയിരിക്കുമ്പോൾ നമ്മുടെ ബ്ലിങ്ക് റേറ്റ് നല്ല ലോ ആയിരിക്കും. 1 മിനിറ്റ് 3 ബ്ലിങ്ക് ആയിട്ട് വരെ ഇത് താഴെ. അതേസമയം നമ്മളോട് ഒരു സ്ട്രെസ്ഫുൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ പോകുമ്പോഴത്തേക്കും 1 മിനിറ്റ് 50 ബ്ലിങ്ക്സിലും കൂടുതലാവാം. ഒരു നോർമൽ കോൺവെർസേഷനിൽ ഒരാളുടെ ബ്ലിങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഒരു 15 തൊട്ട് 24 ഇടയ്ക്കൊക്കെ ആയിരിക്കും. ബ്ലിങ്ക് റേറ്റ് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കുന്ന ഒരു സഡൻ സ്പൈക്ക്, ബേസ് ലൈനിൽ നിന്നുള്ള ഒരു ഡീവിയേഷൻ. ഇത് റിലയബിൾ ആവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് നോട്ടീസ് ചെയ്യാൻ തന്നെ പാടാ, അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനും പാടാ. മിക്ക ആൾക്കാരും ഇത് ശ്രദ്ധിക്കത്തില്ല. സോ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരാളടുത്ത് സംസാരിക്കുമ്പം അവരുടെ ബ്ലിങ്ക് റേറ്റ് നോക്കിക്കോ. ഒരാളെ പ്രൊഫൈൽ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൂളായത്. ബ്ലിങ്ക് റേറ്റ് എത്ര കൂടുന്നോ അത്രയും സ്ട്രെസ്ഡോ ആയിരിക്കും, കുറയുന്നതനുസരിച്ച് റിലാക്സ്ഡോ ഫോക്കസ്ഡോ ആയിരിക്കും. ഷട്ടർ സ്പീഡ്, ഒരാളുടെ ഐലിഡ് അടഞ്ഞു തുറക്കാനുള്ള സ്പീഡ്. നമുക്ക് പേടി വരുമ്പോഴാണ് ഈ ഷട്ടർ സ്പീഡ് കൂടുന്നത്. ആനിമൽ കിങ്ഡം എടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രോങ്ങും പവർഫുള്ളും ആയിട്ടുള്ള ആനിമൽസ് എല്ലാം പയ്യെ ആയിരിക്കും കണ്ണടച്ച് തുറക്കുന്നത്. അതേസമയം വീക്ക് ആയിട്ടുള്ള ആനിമൽസ് എല്ലാം സ്പീഡിനായിരിക്കും കണ്ണടച്ച് തുറക്കുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഡേറ്റർ അവരുടെ അടുത്തോട്ട് വരാനുള്ള ടൈം അവർ ലിമിറ്റ് ചെയ്യുക. സോ ഷട്ടർ സ്പീഡ് കൂടുമ്പം അവിടെ പേടിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ ബിഹേവിയറിലും നമ്മൾ കോണ്ടെക്സ്റ്റും ബേസ് ലൈനിൽ നിന്നുള്ള ഡീവിയേഷനാണ് നോക്കുന്നത്. അടുത്തയാണ് പ്യൂപ്പിൾ ഡയലേഷൻ ആൻഡ് കൺസ്ട്രിക്ഷൻ. ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് ഇത് മാറും. നമ്മൾ നല്ല വെട്ടമുള്ള ഒരു റൂമിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പ്യൂപ്പിൾസ് നല്ല ചെറുതാവും. വെട്ടം കുറഞ്ഞൊരു റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പ്യൂപ്പിൾസ് വലുതാവും. അതുകൊണ്ട് ഇതൊരു കോൺസ്റ്റന്റ് ലൈറ്റിംഗ് കണ്ടീഷനിൽ നിന്ന് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഇമോഷണൽ റെസ്പോൺസ്, ഒരു സൈക്കോളജിക്കൽ അറോസലൊക്കെ വരുമ്പോഴാണ് നമുക്കിത് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ നമ്മുടെ പ്യൂപ്പിൾസ് വലുതാവും. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഇൻസ്റ്റിൻറ്റ് നമ്മുടെ പ്യൂപ്പിൾസ് ഡയലേറ്റ് ആക്കും. ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾ ബഹളം വെച്ച് കയറി വന്നാൽ എൻ്റെ പ്യൂപ്പിൾസ് വലുതാവും. കാര്യം ആ സിറ്റുവേഷൻ കുറേയും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടായത്. അപ്പോൾ കുറേയും കൂടെ ലൈറ്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്യൂപ്പിൾസ് ഡയലേറ്റ് ആവുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കാണുമ്പോഴോ കേൾക്കുമ്പോഴോ നമ്മുടെ പ്യൂപ്പിൾസ് ചെറുതാവുമെന്നും പറയുന്നുണ്ട്. നമ്മുടെ ഐറിസിന്റെ ഒക്കെ കളർ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഇത് ഒബ്സർവ് ചെയ്യാൻ കുറച്ച് പാടാണ്. ലൈറ്റ് കളേർഡ് ഐറിസ് ഉള്ളവരുടെയാണ് നമുക്കിത് ഒബ്സർവ് ചെയ്യാൻ എളുപ്പം. ഒരു മനുഷ്യനെ റീഡ് ചെയ്യാനും അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ബെസ്റ്റ് സ്കില്ലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയും കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്തോ.